മെറിൻ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും സ്പെഷ്യലാണ്. മെറിൻ എറണാകുളത്ത് വന്നതിന് ശേഷം ജോലിയൊക്കെ ആയി. അങ്ങനെ ആദ്യമായിട്ട് എല്ലാം മെറിനുണ്ടാക്കിയത് ആദ്യമായിട്ട് കഴിക്കുക. ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. മമ്മി എല്ലാവരെയും എത്തിയില്ലയോ? ഞങ്ങളിഞ്ഞ് എത്തി. ഞങ്ങൾ സുബിൻ്റെയും മെറിൻ്റെയും ഒക്കെ വീടൊന്ന് കാണാമെന്ന് കരുതി ഞങ്ങൾ 2 ഫാമിലിയും കൂടെ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നിറങ്ങിയതേ ഉള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊക്കെ പോയി ഒന്ന് കാണാം അല്ലേ, ഇതൊക്കെ അവിടെ സംഭവ വികാസങ്ങളെന്നൊക്കെ അറിയണ്ടായോ. അപ്പോൾ പോയിട്ട് വരാം. എല്ലാം കഴിഞ്ഞു. മെറിൻ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും സ്പെഷ്യലാണ്. കുടിച്ചു നോക്കുക, അഭിപ്രായം പറയുക. തണ്ണിമത്ത് സ്പ്രൈറ്റ് ചേർത്ത് തന്നെ കൊള്ളാം അല്ലേ, മിടുക്കരായിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം അല്ലേ. ആദ്യം നമുക്ക് കിച്ചൺ മുതൽ തുടങ്ങാം അല്ലേ, വല്ലതും ഉണ്ടോ വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ കിച്ചൺ. അപ്പൊ അവിടെ തൊട്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും മെറിനൂടെ ചെയ്തിട്ടുണ്ടോ, മെറിനും സുബിനും ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വല്ലതും നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും അറിയത്തില്ല അല്ലേ സൂസൻ. നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കെ. രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇതൊക്കെ. എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിക്കാം. രസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് തോരൻ, ചിക്കൻ കറി. അടിപൊളി. നമുക്ക് ഇവിടെ കൂടാ എന്താ സൂസ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഇത്രയൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടി. നല്ല അടിപൊളി മീൻ വറുത്തത്. ഇത് മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സ്പെഷ്യലാണ്, മമ്മിയുടെ സ്പെഷ്യലാണ്. വിശക്കുന്നുണ്ടോ? കണ്ടപ്പോഴത്തേക്ക് വിശപ്പൊക്കെ. മമ്മിക്ക് ഇതൊക്കെ കാണുമ്പോ അത്ഭുതമായി. എന്റെ കൊച്ചുങ്ങൾ ഇത്രയും 2 പേരും കൂടി ഇത്രയൊക്കെ ചെയ്തല്ലോ, അത് തന്നെ കാണുമ്പോ തന്നെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. കൊച്ചുങ്ങളൊക്കെ മാറിപ്പോയില്ലേ. അപ്പൊ തന്നെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എങ്ങനെ ജീവിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ മാറി, കണ്ടില്ലേ. 2 പേരും കൂടെ ചെയ്ത് വെച്ചാൽ ചോറ് ചോറ് റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാം റെഡി. ഇനി നമുക്ക് അടുത്ത റൂമൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത് ഞങ്ങളുടെ അടുത്ത വേറൊരു റൂമാണ്, ബെഡ്റൂമാണ്. പിന്നെ കൊച്ചുമുറിയൊക്കെ, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീൻ അവിടെ സൈഡിലാണ്. കുഴപ്പമില്ല, 2 പേർക്ക് താമസിക്കാൻ നല്ല ധാരാളം. അധികമാണ്. അടുത്ത റൂമാണ്. അടുത്ത റൂമിൽ ഇപ്പൊ ഇത് വേറൊരു മുറിയാണ്. ഇവിടെ സിംഗിൾ ബെഡ്. നമ്മുടെ തുണികളും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്ന ഒരു അലമാരി നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന അതിൻ്റെ അകത്ത്. പിന്നെ കബോർഡുകൾ എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. മെറിൻ്റെ വർക്ക് ഏരിയ ഇതാണ്. മെറിൻ വർക്ക് ചെയ്യുന്നത്. മെറിൻ എറണാകുളത്ത് വന്നതിന് ശേഷം ജോലിയൊക്കെ ആയി. ജോലിയൊക്കെ എന്തോന്ന് പറയാം, എല്ലാവരും ഒന്ന് അറിയട്ടെ. ജോലി ഡ്രീം സോൺ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാക്കൽറ്റി ആയിട്ട് കയറി. അപ്പോൾ രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകിട്ട് 4:30 ആകുമ്പോഴാണ് തീരുന്നത്. പിന്നെ നല്ലതായിട്ട് എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു മെറിന് ഒരു ജോലിയാണോ എന്നുള്ളത്. അത് മെറിന് ആഗ്രഹിച്ച മാതിരി തന്നെ പഠിപ്പിക്കുന്ന ഫീൽഡ് തന്നെ കിട്ടിയത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം. അവിടുന്ന് പോയി വരാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ആലുവയിലാണ്. എന്നാലും മെട്രോയിൽ പോയി വരുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. യാത്രയൊക്കെ സുഖം. രാവിലെ ഞാൻ കൊണ്ടുവിടും, മെട്രോ വരെ, മെട്രോയിലിങ്ങ് വരും. ബസ് എപ്പോഴും ഉള്ള ഏരിയ. ഞങ്ങൾ എറണാകുളത്തുള്ള വാഴക്കാലുള്ള
സുവിൻ്റെയും മെറിൻ്റെയും വീട്ടിൽ വന്നു. കൊള്ളാം, വീടൊക്കെ കൊള്ളാം, നല്ല അടിപൊളിയായി. സ്ഥല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഫാമിലിക്ക് നല്ലോണം താമസിക്കാനുള്ള ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചുറ്റും വേറെ നല്ല ഫാമിലീസല്ല, എല്ലാം നല്ല ഫാമിലീസ് ആയതുകൊണ്ട് നമുക്ക് സേഫായിട്ടിരിക്കാം. പിന്നെ എല്ലാം വണ്ടി ആയാലും പാർക്ക് ചെയ്യാനും എല്ലാം നല്ലതാണ്, സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ. പിന്നെ അടുത്ത് ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മേടിക്കാനും, പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം മേടിക്കാൻ പറ്റും. സൂപ്പർ മാർക്കറ്റും ഉണ്ട്, ഞങ്ങളവിടെ പോയി എല്ലാം മേടിക്കുന്നത്. ഇവിടെ നേരത്തെ താമസിച്ചാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീടാണിത്. പിന്നെ വീട് നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നല്ല സൗകര്യം തന്നെ ആയിരുന്നു. നമുക്ക് അധികം സാധനം മേടിക്കേണ്ട വന്നില്ല. ഓണറൊക്കെ ഇപ്പം അവരിപ്പോ ബാംഗ്ലൂരോട്ട് പോയി. മോൻ അവിടെ ജോലി, അപ്പോൾ അവിടോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തു. അപ്പം അതൊരു സൗകര്യമായി അല്ലേ? ഞങ്ങൾക്ക് ഇതെല്ലാം ഇത്ര സൗകര്യത്തോടെ കിട്ടിയതുകൊണ്ട് നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു ഇങ്ങോട്ട്. വേൾഡ് കപ്പ് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഫുട്ബോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കളിക്കാം. അത്രയും സ്ഥലമുണ്ടോ? അതിനൊന്നും പറയാൻ വയ്യാട്ടോ. കുഴപ്പമില്ല, നല്ല സ്ഥല സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഉച്ചഭക്ഷണത്തിൻ്റെ ഒക്കെ സമയമായിട്ടുണ്ട്. ഇപ്പം മെറിനും സുബിനും എല്ലാവരും കൂടെ നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തരുവാണ്. ഇനിയാണ് എലിമിനേഷൻ ഇതുവരെ നമ്മൾ വിളമ്പി കൊടുത്തു, ഇത്രയും കാലം നമ്മളൊക്കെ വിളമ്പി കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചുങ്ങളും നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തരിക. കണ്ടില്ലേ, എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. എല്ലാം നല്ലതായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. കണ്ടെടുത്തോളം എല്ലാം നല്ലതാണ്. ഇനി കഴിക്കുമ്പം ബാക്കി പറയാം. എന്താ കഴിച്ചോ? കഴിക്കും. അതെല്ലാരും കഴിക്കാതിരിക്കുന്നു. കഴിക്കാൻ പോവുകയാണ്. കഴിച്ചോ? പേടിക്കണ്ടായിരുന്നു, ധൈര്യമായിട്ട് കഴിക്കാം. നിങ്ങൾ ഇരിക്കോ? എല്ലാം അമ്മയുടെ റെസിപ്പി നോക്കിയാ മേരം വെക്കുന്നത്. അത് എനിക്ക് എന്തായാലും കേട്ടോ, അതുണ്ടാണ്ട് രക്ഷപ്പെട്ടേ അല്ലേ? അമ്മ പറ, അമ്മ എങ്ങനെയുണ്ട്? മോനും മോളും ഒക്കെ വെച്ചത് എളുപ്പം പറയാം എങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ കഴിക്കമ്മ. സുബിന്റെ കൈ ഉണ്ടെന്ന് തോന്നട്ടെ അതിനകത്ത്. എല്ലാം മെറിന്റെ കൈ, സൈഡായിട്ട് നിന്നതേ ഉള്ളു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയായിരുന്നു ഇത്. അപ്പം സുജിത്തിന് നാളെ തിരിച്ചു ചെന്നൈയിലേക്ക് പോകണം, പപ്പയ്ക്ക് ട്രിവാൻഡ്രത്ത് പോകണം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ രണ്ട് ഫാമിലിയും കൂടെ ഇനി പോന്നു രാവിലെ. കൊച്ചുങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. ഇതുവരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ കൊച്ചുങ്ങൾ ഇത്രയൊക്കെ പാചകമൊക്കെ ചെയ്ത് ഞങ്ങളെ തീറ്റിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ആദ്യമായിട്ട് എല്ലാം മെറിനുണ്ടാക്കിയത് ആദ്യമായിട്ട് കഴിക്കുക. പേടിയുണ്ടേ, അത്രയും പേടിക്കാനും തോടാ. എല്ലാം സുബിനൊക്കെ കഴിച്ച് ഓക്കെ ആയെന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് വെച്ചോണ്ടിരുന്ന ഞാൻ. എന്തായാലും കഴിച്ചു. കൊള്ളാം, ചിക്കൻ കറിയൊക്കെ കൊള്ളാതെ. എൻ്റെ പെങ്ങൾ ഇത്രയും മാറിപ്പോയി. പാചകമൊക്കെ പഠിച്ചുപോയി. വെറുതെ ചോറെല്ലാം അടിപൊളി കേട്ടാ, നല്ല അടിപൊളി കൂട്, എല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല, പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു. എനിക്കും തൃപ്തിയായി. എൻ്റെ മോളെ ഇത്രയൊക്കെ ചെയ്തു. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഇല്ലയോ? എല്ലാരും വലിയ പാചക എക്സ്പോർട്ടുകളാ. പപ്പ
എന്താ പറയുന്നത് മോടെ പാചകമൊക്കെ രണ്ടുപേരും രണ്ടായിട്ട് വരാതെ ഒരുമിച്ച് വന്നത് കാര്യമായി. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇനി നന്നാക്കണം. അല്ല ഇത്രയൊക്കെ മതി. ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ഇനി ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ നന്നായിക്കോളും. ഇതിനകത്ത് പുളി ഒഴിക്കുക, ഓരോ സാധനത്തിന്റെ കുറവും കൂടുതലും നമുക്ക് അറിയാമല്ലോ. മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തൊക്കെ ചെയ്യാം. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് ഇത് ബെസ്റ്റാണ്. നല്ല രീതിയിൽ കാരണം നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് മാനേജ് ചെയ്യാവുന്നത് നന്നായിരിക്കും. കുഴപ്പമില്ല, കീപ് ഇറ്റ് അപ്പ്. നമ്മുടെ എബിനും കൂടെ ഇതേപോലെ തന്നെ ആയി വരണം. എവരിപ്പോ ധൈര്യമായി, ഇനി കുഴപ്പമില്ല, വന്നാലും വല്ലപ്പോഴും വന്ന് ഫുഡ് കഴിക്കാം, ഇല്ലയോ? ഇനിയും വരാം. നമുക്ക് എബിന്റെ വീട്ടിൽ ഇതേപോലെ പോണോ? ഇതേപോലെ നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കണ്ടേ? എന്താ പറഞ്ഞേ? ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. നല്ല അടിപൊളി കേക്കൊക്കെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഇല്ലയോ? ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാ. വീട്ടിൽ നിന്ന് സുത്തിന്റെ അടുത്ത് മമ്മി പറഞ്ഞതായിരുന്നു, എന്താ പറയുന്നത്, ഞങ്ങളിന്ന് രാവിലെ വന്നിട്ടും ഞങ്ങള് ഉച്ചയ്ക്ക് വന്നിട്ടും പറഞ്ഞൊന്നും ഇല്ല കേട്ടോ, വിഷയൊന്നും ചെയ്തില്ല. മമ്മി വിചാരിച്ച് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങള് വിടത്തില്ല കേട്ടോ. എറണാകുളത്ത് വീട്ടിൽ എറണാകുളത്ത് വന്നിട്ട് അത് വലിയൊരു ഭാഗ്യമായില്ലേ? നല്ലൊരു ദിവസമല്ലേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല്ലേന്ന് പറഞ്ഞു. നിങ്ങളുടെ മുഖത്തൊക്കെ ചെയ്ത് തേച്ച് കൊടുക്കും. അമ്മായിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ. ഇതിന് ഗിഫ്റ്റ് ഉണ്ടോ? ഞാൻ പോലും ഇതൊരു ഗിഫ്റ്റ് ആയില്ലേ? ഓരോരുത്തർക്കൊക്കെ കേക്ക് കട്ട് ചെയ്യുന്ന വെച്ചാല് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. പിള്ളേരെല്ലാവരോടും പറഞ്ഞു ബർത്ത്ഡേയുടെ കാര്യം. അന്നേരം എല്ലാവരോടും വന്നൊരു കേക്ക് കെട്ടി. ഞാൻ പോലും അറിഞ്ഞില്ല. എല്ലാം സന്തോഷമായിട്ട് എല്ലാം നടന്നു. എല്ലാവർക്കും എല്ലാം സന്തോഷമായിരുന്നു. ഇവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയല്ലേ? ഇനി സമയമുള്ളപ്പോഴേക്കും ഇനിയും വരാം ഇതുപോലെ. ഫുഡെല്ലാം നല്ലതായിരുന്നു. കേക്ക് കട്ട് ചെയ്തു, ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു, ഞങ്ങൾ ചായ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇനിയും വീട്ടിലോട്ട് പോവുകയാണ്. എബിൻ്റെ അടുക്കിലോട്ട് പോകണം, സ്റ്റുഡിയോയിലൊന്ന് പോകണം. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്തോട് വീട്ടിൽ പോവും. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ വരാതെ നോക്കിയിരിക്കുകയായിരുന്നു. എപ്പോഴും വിളിക്കും. ഇപ്പൊ ഒന്ന് എന്താ പറയുന്നത്, സുബി 2-3 ആഴ്ച കരിയട്ടെ, സുബിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരാം. കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. എന്തായാലും നമുക്ക് ധൈര്യമായി. ഇനി 2 ദിവസമോ 3 ദിവസമൊക്കെ വന്ന് നമുക്ക് തങ്ങാം അല്ലേ? ധൈര്യമായിട്ട് വെറുതെ ചങ്കടിക്കുന്നില്ല. ഇല്ല ഓണത്തിന് വന്നിരിക്കാന്ന്. അപ്പം ഇനി ഇറങ്ങാം. ശരി.